ജിൻഡോക്കെതിരെയും സായിക്കെതിരെയും ഗംഭീര ഗെയിം പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഭിഷേകും അവിടെ ഋഷിയും ചേർന്ന്. സായിരൊപ്പം നിൽക്കുന്നു എന്ന് സായിയുടെ അടുത്ത് കാണിക്കുകയും സായി പറയുന്നതെല്ലാം തലകുലുക്കി സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഋഷിയാണെങ്കിലും അഭിഷേകും. പക്ഷേ സായിക്കെതിരെയാണ് ഇവർ രണ്ടുപേരും നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവിടെ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് ടണൽ ടീമാണ്, അതായത് അഭിഷേകിന്റെയും ഋഷിയുടെയും ടീം. അപ്പൊ ഇനി വരുന്ന ഗെയിമിലും കൂടി അവർ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് തന്നെയാണ് അവിടെ ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യത വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ടീമിൽ നിന്ന് ഒരാളായിരിക്കും ക്യാപ്റ്റൻ ആവുക. അവരുടെ ടീമിൽ നിന്ന് ആ ക്യാപ്റ്റൻ ആവുന്ന വ്യക്തി ആയിരിക്കും അവിടെ പവർ ടീമിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരിവിടെ തീരുമാനിച്ചിരിക്കുന്നത് ക്യാപ്റ്റനായിട്ട് നോറയെ നിർത്താം എന്നുള്ളതാണ്. ക്യാപ്റ്റനായിട്ട് നോറയെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു 6-7 പേരെ പവർ റൂമിലേക്ക് കയറ്റണം എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത്. ആ 6-7 പേരെ പവർ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ബാക്കി ഒരു 6-7 പേര് മാത്രമാണ് പുറത്തു വരുന്നത്. ആ പുറത്തു വരുന്നവരിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ അവിടെ നോമിനേഷനിൽ വന്ന് ഔട്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഗംഭീര ട്വിസ്റ്റ് നടക്കും എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ഇരുന്ന് പറയുന്നത്. അങ്ങനെ ഇവർക്ക് പവർ റൂമിലേക്ക് കയറ്റാൻ ആഗ്രഹിക്കുന്നത് ഇവരൊരു 6-7 പേരുണ്ട്. അവരാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അഭിഷേകും, 2 ഋഷിയും, ഋഷിക്ക് വേണ്ടപ്പെട്ട അതുപോലെ അൻസിബനെ കയറ്റണമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദനേനെ കയറ്റണമെന്ന് പറയുന്നുണ്ട്. പിന്നൊന്ന് ശ്രീരേഖയെ കയറ്റണം, പിന്നൊന്ന് അപ്സരയെ കയറ്റണം. അപ്പോൾ തന്നെ 6 പേര് ആയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വേണം ഇനി കയറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ കയറ്റാൻ ആഗ്രഹിക്കുന്നത് ശരണ്യയാണ്, അതുപോലെ തന്നെ റസ്മിൻ. ഇവർ രണ്ടുപേരും അവർ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ 7 പേരോളം ഇവർ ചേർക്കും. അങ്ങനെ വരുമ്പോൾ പവർ റൂമിലോട്ട് 7 പേര് വരും. ബാക്കി പുറത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് അർജുൻ, ശ്രീതു, ജാസ്മിൻ, ഗബ്രി, ജിൻഡോ, സായി, സിജോ എന്നിവരൊക്കെയാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് പുറത്തു വരുന്നത്. ഇവരിൽ നിന്ന് അപ്പോൾ പുറത്തേക്ക് ആളുകൾ ഔട്ടാവും നോമിനേഷനിൽ വന്നിട്ട്. അപ്പോൾ വീണ്ടും ഇതേ പവർ ടീം തന്നെ വീണ്ടും അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞാൽ ഗംഭീരമായ ട്വിസ്റ്റുകളാണ് പിന്നീട് നടക്കുക എന്നുള്ളതാണ് അഭിഷേകും ഋഷിയും ഇരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗെയിം പ്ലാൻ ഒക്കെ കൊള്ളാം. ബിഗ് ബോസ് ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ബിഗ് ബോസ് ഇവരുടെ പ്ലാനിങ് എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്തായാലും ഇവർ പ്ലാൻ ചെയ്തതൊന്നും ബിഗ് ബോസ് അതേപോലെ നടപ്പിലാക്കാനൊന്നും സമ്മതിക്കാറില്ല. ബിഗ് ബോസ് അതിന് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരും എന്നുള്ള കാര്യം ഷുവറാണ്. എന്തായാലും അവിടെ ജിൻഡോയ്ക്കും സായിക്കും പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അഭിഷേക് അവിടെ അവർക്കെതിരെ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂട്ടിന് ഋഷിയെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്.